നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രജീഷ്. ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത്. അതിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എല്ലാം കാത്തിരിക്കുന്നു. ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ കുംഭം രാശിയിൽ പ്രവേശിക്കുന്നു. ഫെബ്രുവരി 13-നാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ ഈ സമയം കുംഭത്തിൽ നിഴൽ ഗ്രഹമായ രാഹു കുംഭം രാശിയിലുണ്ട്. സൂര്യൻ്റെ ഈ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യൻ്റെ സംക്രമണവും രാഹുവും ചേരുന്നത് വഴി ഗ്രഹണയോഗം രൂപം കൊള്ളുന്നു. ജ്യോതിഷത്തിലെ ഏറ്റവും അശുഭകരമായ യോഗങ്ങളിലൊന്നാണ് ഗ്രഹണയോഗം. ഇത് നിങ്ങളിൽ ചില രാശിക്കാർക്ക് മോശം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. അതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങളുടെ പെരുമഴയാണ് കാത്തിരിക്കുന്നത്. മാനസിക സമ്മർദ്ദം, വെല്ലുവിളികൾ, കാര്യതടസ്സങ്ങൾ, തീരുമാനമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ നിങ്ങളെ കാത്തിരിക്കുന്നു. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ദോഷം നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ അറിയുന്നതിനു വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിലുള്ള നക്ഷത്രങ്ങൾ പുണർതം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് സൂര്യരാഹു സംയോഗം തൊഴിൽ സമ്മർദ്ദത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നതിന് സാധ്യതയുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട് പഠനകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സാമ്പത്തിക ചിലവുകൾ നടത്തേണ്ടി വരുന്നു. അതുകൂടാതെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന അവസ്ഥയുണ്ടാവും. സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. നിസ്സാരമെന്ന് തോന്നുന്ന പല പ്രശ്നങ്ങളും കൂടുതൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. അല്ലാത്ത പക്ഷം വളരെ വലിയ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാവും. യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് മുന്നോട്ടുള്ള ഓരോ ചുവടിലും ശ്രദ്ധ അനിവാര്യമാണ്. അടുത്തതായി വരുന്നത് കുംഭം രാശിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി. കുംഭം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ്. പലപ്പോഴും ഗ്രഹണയോഗത്തിൻ്റെ ദോഷകരമായ മാറ്റം നിങ്ങളുടെ ആരോഗ്യത്തെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കും. അപ്രതീക്ഷിത ചിലവുകൾ വർദ്ധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അത് പ്രതിസന്ധികളിലേക്ക് നിങ്ങളെ എത്തിക്കും. ആരോഗ്യത്തിലുണ്ടാവുന്ന ചെറിയ മാറ്റം പോലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ മോശം ഫലങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. അപ്രതീക്ഷിത ചിലവുകൾ വർദ്ധിക്കുവാനും പ്രിയപ്പെട്ടവരുമായി വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ ഈ സമയം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതിന് ശ്രമിക്കണം. അടുത്തതായി വരുന്നത് മകരം രാശിയാണ്. പൂരാടം, ഉത്രാടം, തിരുവോണം. മകരം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഗ്രഹണയോഗം നൽകുന്നു. അനാവശ്യ ആശങ്കകൾ ജീവിതത്തിൽ ഉണ്ടാവാം. സാമ്പത്തിക സ്ഥിതി ഒരിക്കലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ വരണമെന്നില്ല. പലപ്പോഴും സന്തോഷകരമായ കാര്യങ്ങൾ പോലും പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നു. അനാവശ്യ ആശങ്കകൾ നിങ്ങളെ ബാധിക്കുകയും ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങളിൽ നെഗറ്റീവായി മാറുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ വലിയ തോതിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. നിങ്ങളിൽ സംഭവിക്കുന്ന ഓരോ മാറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്.
നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.